മൈ ലൈഫാണ് കേട്ടോ, ഒരു സ്കൂൾ ഡേ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് മദ്രസയിലൊക്കെ പോയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് കടിയും കൂട്ടിയില്ല, വെറുതെ ഒരു ഗ്ലാസ് ഞാൻ ചായ എപ്പോഴും മദ്രസയ്ക്ക് വിട്ട് വരുമ്പോൾ കുടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചായ കുടിക്കണമായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ ഞാൻ പോയി കുളിച്ച് ഇപ്പോൾ റെഡിയായി. ഇന്ന് ഞാൻ സ്കൂളിൽ യൂണിഫോം അല്ല ഫ്രണ്ട്സ് ഇടുന്നത്, കളർ ഡ്രസ്സാണ് കേട്ടോ. ഇപ്പം ഇട്ടേക്കുന്ന ഡ്രസ്സാണ് ഇടണേ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് കളർ ഡ്രസ്സ് ഇടാമെന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ചിലർക്ക് യൂണിഫോം തയ്ച്ചതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈഡേയാണ്, ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. സാറ്റർഡേയും സൺഡേയും പിന്നെ സ്കൂളില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് ഡേ മുതൽ യൂണിഫോം ആയിട്ടാണ്. അപ്പോൾ ഇന്ന് വിചാരിച്ച് ലാസ്റ്റ് അല്ലേ കളർ ഡ്രസ്സ് ഇടാൻ പറ്റുന്നതൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ തന്നെ ഇങ്ങനെ കളർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കമ്മൽ മാല പോതിരൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്നെ വാപ്പിയാക്കി തരാമെന്ന് പറഞ്ഞു സ്കൂളിലേക്ക്. ഞാൻ ബസ്സിനല്ല കേട്ടോ പോയത്. അപ്പോൾ ബസ് കുറച്ച് നേരത്തെ ആയിരുന്നു വന്നത്. അപ്പോൾ ഞാൻ വാപ്പിയുടെ ഒപ്പം പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ ഞാൻ തന്നെ മാലയും മോതിരമൊക്കെ മാച്ചായിട്ടുള്ളതൊക്കെ ഇടാനാണ്. അപ്പോൾ ഞാൻ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ചക്കാലത്തേക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കും കേക്കും ചോറും പിന്നെ വെണ്ടക്ക തോരൻ വെച്ചതും പിന്നെ ചെമ്മീനൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് പൊതിഞ്ഞ് ടവലൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് ഞാൻ നേരെ എടുത്ത് ബാഗിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ എനിക്കിന്ന് ക്ലാസ്സിൽ അത്രയ്ക്ക് അധികം പഠിപ്പിക്കൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെയും അതെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്നും അതെ കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ എൻവയോൺമെൻറ്റ് ഡേയുടെ ഒരു ഡാൻസിന് ചേർന്നിട്ടുണ്ട്. എൻവയോൺമെൻറ്റ് ഡേയൊക്കെ പക്ഷേ കഴിഞ്ഞിട്ടും ആ ഒരു ടീമിലുള്ള ഡാൻസാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രാക്ടീസിങ്ങൊക്കെയാണ്. അങ്ങനെ ഞാനൊക്കെ ഇപ്പോൾ മുടിയൊക്കെ കെട്ടിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാപ്പി വിളിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ആദ്യമേ ഞാൻ ഇന്ന് ബസ്സിലല്ല പോണേന്ന്. അങ്ങനെ ഞാനും കാക്കയും കൂടി ഇപ്പോൾ നേരെ സ്കൂളിലേക്ക് പോകാൻ പോണേട്ടാ. അപ്പോൾ സമയം വൈകിക്കൊണ്ടിരിക്കണേന്ന്. എന്താ വെച്ചാൽ അമ്മ മദ്രസയ്ക്ക് വിട്ട് വന്നിട്ട് മദ്രസയിൽ നിന്ന് ഞാൻ കുറച്ച് നേരത്തെ ആണ് ഇപ്പോൾ വരാറ്. അപ്പോൾ ഒരു കമൺക്കൂറിൽ നേരത്തെ വരും, ഇല്ലെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് ടൈമിന് എത്താനൊന്നും പറ്റില്ല. എനിക്ക് സ്കൂളിൽ 9 മണിക്കാണ് കേട്ടോ ടൈം. 9 മണിക്കാണ് ബെല്ലടിക്കുന്നത്. ഇക്കാക്കയ്ക്ക് 8:30 കേട്ടോ. അപ്പോൾ അതാളിനാണ് ഞാൻ മിക്ക എൻ്റെ ഷോർട്ട് വീഡിയോസിലും വലിയ വീഡിയോസിലൊക്കെ സ്കൂളിലേക്ക് പോണതിൽ ഞാൻ ബസ്സിനും ഇക്കാക്ക മറ്റേ വാപ്പിയുടെ പോണെന്ന് പറയുന്നത്. ബസ് എന്തൊക്കെ വന്നാൽ ഞങ്ങൾക്ക് 9 മണിക്കാണ് എത്തണം. പിന്നെ ഇക്കാക്ക വേറെ സ്കൂളിലും ഞാൻ വേറെ സ്കൂളിലാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇക്കാക്കയുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 8:30 എത്തിയേക്കണത് കേട്ടോ. ഇക്കാക്ക അപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കണേണ്. അങ്ങനെ പിള്ളേരൊക്കെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അസംബ്ലി പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ സ്കൂളിലേക്ക് പോകണത് ഭയങ്കര സമാധാനമുണ്ട്. കുറച്ച് അരമണിക്കൂർ കൂടി നമുക്കുണ്ട് ഫ്രണ്ട്സ്. ഇവിടെ നിന്ന് ആണെങ്കിൽ 10 മിനിറ്റ് പോയാലും മതി. അങ്ങനെ ഞങ്ങളിപ്പോൾ എൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കണേണ്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ അങ്ങനെ എൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ ഇപ്പോഴൊന്നും ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണ് എൻ്റെ സ്കൂൾ. ഞാൻ അങ്ങനെ സ്കൂളിലെത്തി ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി എൻ്റെ സ്കൂളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് നേരെ കയറിപ്പോയിട്ടാ. അങ്ങനെ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഞാൻ പോയി മേലൊക്കെ കഴുകി ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി സിപ്പപ്പ് പിടിച്ചുകൊണ്ടിരിക്കണേണ്. സിപ്പപ്പ് പിന്നെ ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സിപ്പപ്പ് ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ പോയി സിപ്പപ്പൊക്കെ കുടിക്കാനായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ അപ്പാപ്പനും അമ്മമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കും 2 സിപ്പപ്പൊക്കെ കൊടുത്ത് ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇറങ്ങി വന്നില്ല, അതാണ് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള അമ്മാമ്മ. പിന്നെ അവിടെ ഞങ്ങളുടെ പൂച്ചകളൊക്കെ അവിടെ ഓടിച്ചാടി നടക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് രാത്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയുടെ ഇല പറിക്കണേണ്. ഇത് ഭയങ്കര പ്രോട്ടീനൊക്കെ ഉള്ള ഇലയല്ലേ മുരിങ്ങയുടെ ഇല. അപ്പോൾ അത് പറിക്കണേട്ടാ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ മുരിങ്ങാക്കോലിൻ്റെ ഇല. മുരിങ്ങാക്കോല് കഴിക്കണേലും ഇഷ്ടമാണ് എനിക്ക്. അതിൻ്റെ ഇല ഇങ്ങനെ ഇതാക്കി കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ മുരിങ്ങേൻ്റെ ഇല പറിച്ചുകൊണ്ടിരിക്കണതാണ്. ശരിക്കും ഞാൻ ഇപ്പോൾ പറിക്കണ ഇല മരം ഭയങ്കര വലിയ മരം ഓർമ്മ. അതിന് ഞങ്ങൾക്ക് എപ്പോഴും മുരിങ്ങാക്കോലൊക്കെ കിട്ടേണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ കുറേ പുല്ല് ഇതൊക്കെ മുളച്ചിങ്ങനെ കാട് പോലെയായപ്പോൾ തേനും എല്ലാം വെട്ടി അതും പകുതിയായപ്പോൾ വെട്ടിയിട്ടാണ്. എന്താ വെച്ചാൽ മരമൊക്കെ ഇങ്ങനെ ചാഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ അത് ഷോർട്ടാക്കിയിട്ടുണ്ട്. ഇനി അത് വളരുമെന്ന് അറിയില്ല.
അപ്പോൾ നമുക്ക് എന്തായാലും ആവശ്യത്തിനുള്ള മുരിങ്ങാക്കോലിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കഴിക്കാനുള്ള നൂഡിൽസും പിന്നെ സിപ്പപ്പും കൂടി വാങ്ങിക്കാനാണ് കേട്ടോ. സിപ്പപ്പ് ഞാൻ പറഞ്ഞുതരാം, ഞാൻ കടയിൽ പോയി ഇടയ്ക്ക് സിപ്പപ്പൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. മനസ്സ് നല്ല രസമുണ്ട്. എന്താണെന്നറിയില്ല, സിപ്പപ്പ് കഴിക്കുന്നത് അത്ര നല്ലതൊന്നല്ല നമുക്ക്, എന്നാലും എനിക്ക് സിപ്പപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നൂഡിൽസും ഞാൻ ഇപ്പിയാണ് വാങ്ങിച്ചത്. ഇപ്പിയും പിന്നെ സിപ്പപ്പൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോണേനെ. ഫ്രണ്ട്സ്, പിന്നെ നിങ്ങൾക്ക് ഇപ്പിയാണോ മാഗിയാണോ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിന് ഞാനിപ്പോൾ സിപ്പപ്പും കുടിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് ഈ ഇപ്പി ഫുള്ളായിട്ട് ഉണ്ടാക്കി നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിങ്ങനെ വീട് കുറച്ച് നടന്ന വീടെത്തും, പക്ഷേ ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ കേട്ടോ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ബാക്ക് വശത്തൂടെയാണ്, വീടിൻ്റെ ബാക്ക് വശത്തൂടെ നേരെ ഞാൻ ഫ്രണ്ട് വശത്തേക്ക് പോയിട്ടാ. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു വീട് കാണിച്ചു തന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അമ്മമ്മയുടെ വീടിൻ്റെ അപ്പുറത്ത് അവിടെ ഇരുന്നിട്ട് കുഞ്ഞൻ്റെ വീട്. അപ്പോൾ കുഞ്ഞനിപ്പോൾ വീടൊക്കെ മാറി, അവൻ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പോയിട്ടാ. ഫ്രണ്ട്സ്, നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന്. പിന്നെ എനിക്ക് വൈകുന്നേരം മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്ത് 7 മണിയാകുമ്പോഴത്തേനും എനിക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ട്യൂഷന് പോകാനുള്ള ബുക്കെല്ലാം ഇപ്പോഴേ റെഡിയാക്കി വെക്കുക, അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് നമുക്ക് സമയം കിട്ടൂല കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് ട്യൂഷൻ പോകാനുള്ള ബുക്സും എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കണേ. ബുക്സ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ പോയി ഇപ്പി ഉണ്ടാക്കിയിട്ടാ. മാഗി എന്നാണ് വരുന്നത്. ഇപ്പി ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ അവിടെ നിന്ന് കഴിക്കണേന്. ഇന്ന് ഫ്രണ്ട്സ് ഞാനാണ് കേട്ടോ ഇപ്പി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനങ്ങനെ ഫോർക്കൊക്കെ വെച്ചിട്ട് തിരിഞ്ഞിങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുത്ത് 7 മണിയായപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി വിളിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ട്യൂഷൻ പോകണേ കേട്ടോ. ഫ്രണ്ട്സ്, പിന്നെ എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ ദിവസങ്ങളൊക്കെ പോകണം. ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ തുറന്നിട്ട് എനിക്ക് ഒരു 2 ദിവസമായ പോലെ കേട്ടോ തോന്നണത്. ഇപ്പോൾ സമയം പോകുന്നതൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ സ്കൂളിലൊക്കെ എങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി എൻജോയ് ചെയ്താന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ബൈ.